താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ദേവ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒന്നാമത് ഞാനാകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുകയാണ്. അതിന്റെ കൂടി നീ വെറുതെ തുടങ്ങല്ലേ. എപ്പോ തുടങ്ങിയ കരച്ചിലടിയത്? നീ ഇവിടെ ഇങ്ങനെ നിലവിളിച്ചാലൊക്കെ ശരിയാകുമോ? എടി ശരിയാകുമോന്ന്. അവളുടെ ഹൃദയം പോലും പിടയ്ക്കുമാറ് ശ്രീയുടെ സ്വരം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു. നിവിയെ കണ്ട് തിരിച്ചു വരുമ്പോൾ ആകെ തകർന്നാണ് വന്നത്. തന്നെ കണ്ടപ്പോൾ തന്നെ അവൾക്കത് ഏതാണ്ടൊക്കെ മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും തന്റെ നേരെ വന്നില്ല. അല്പനേരം ഒന്ന് കിടന്ന് മൈൻഡ് ഒന്ന് നേരെയായെന്ന് തോന്നിയതും നിവി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒന്നെഴുതിയാതെ ദേവയോട് പറഞ്ഞു. ഒക്കെ കേട്ടതും അവൾ ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാതെ തന്നെ തന്നെ നോക്കി നിന്നു. അവനിൽ നിന്നും കേട്ട കാര്യങ്ങൾ ഓരോന്നായി തന്നെയും പിന്നെയും മനസ്സിലൂടെ ഓടിച്ചു നോക്കി. അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ കണ്ട ശ്രീകുട്ടിയായിരുന്നു. ഓരോ തവണയും അവൾ തന്നോട് വെറുപ്പ് കാണിക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള കാരണമറിയാതെ മനസ്സ് വല്ലാതെ തേങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നിതൊക്കെ അറിഞ്ഞപ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അവൾ ഇങ്ങനെ ആവാൻ കാരണം താൻ കൂടിയാണെന്നുള്ള കുറ്റബോധം അവളെ ആഴത്തിൽ കാർന്നു തിന്നാൻ തുടങ്ങി. എപ്പോഴും ചിരിച്ചും കളി പറഞ്ഞും സന്തോഷിച്ചും നടന്നവളിൽ നിന്നും ഇന്നത്തെ വാശിക്കാരിയായ ശ്രീകുട്ടിയിലേക്കുള്ള മാറ്റത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചു നോക്കിയിട്ടില്ലാത്തൊരു ഉത്തരം. ആ ചിന്തയിൽ പോലും മിത്തു ഉലഞ്ഞുപോയി. ദേവാ, വിളിച്ച് തീരെ മുന്നേ ഇറുക്കി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. അവള് അവൾ എങ്ങനെയാ ഒറ്റയ്ക്കിതൊക്കെ? ഞാൻ എനിക്കൊന്നും ഞാൻ എങ്ങനെയാ? ഒക്കെ ഞാൻ കാരണമാണ്. 1000 തവണ കാല് പിടിക്കും പോലെ അവൾ എന്നോട് പറഞ്ഞതാ അവളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകല്ലേന്ന്. അവൾക്ക് ഞാനല്ലാതെ വേറൊരു കൂട്ടുകാരി ഇല്ലെന്ന്. കേട്ടില്ല ഞാൻ. അപ്പേട്ടൻ ജീവിതത്തിൽ നിന്ന് പോയതും ഈ മരണങ്ങളും അച്ഛന്റെ ആക്സിഡന്റും എല്ലാം എന്നെ വേറെ ആരോ ആക്കി മാറ്റിയിരുന്നു ശ്രീയേട്ടാ. അച്ഛനെ കൊണ്ട് ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകുമ്പോ ശ്രീകുട്ടി എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് അന്ന് ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. എന്നെ സാന്ത്വനിപ്പിക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും തുടങ്ങിയവളെ ഞാൻ എന്നിൽ നിന്നും മനഃപൂർവ്വം അകറ്റി നിർത്തി. അപ്പുവേണ്ണെ പോലെ ഇനി ഒരാൾ കൂടി വേണ്ടെന്ന് തീരുമാനിച്ചു. ഞാനായിട്ടാ അവളെ എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞത്. അന്ന് എനിക്ക് എന്റെ പ്രശ്നങ്ങളായിരുന്നു വലുത്. ഞാനായിരുന്നു ശരി. എന്നിട്ട് എന്നിട്ട് ഞാൻ എന്ത് നേടി? ഒക്കെ കൈവിട്ടു പോയില്ലേ. അവൾ ഇങ്ങനെയൊക്കെ ആകാൻ ഞാനും കാരണമാ. ശരീരം കൊണ്ട് ദൂരേക്ക് പോയപ്പോഴും മനസ്സുകൊണ്ട് ഒരല്പം അടുപ്പം ഞാൻ അവളോട് കാണിച്ചിരുന്നെങ്കിൽ എന്റെ ശ്രീകുട്ടി ഇങ്ങനൊന്നും ആകുമായില്ലായിരുന്നു. ഉള്ളിലെ കടലോളം സങ്കടം വന്നപ്പോ ആദ്യം എന്നെയാകും അവൾ അന്വേഷിച്ചു കാണുക. ഒരിക്കലെങ്കിലും അവൾ വിളിച്ചപ്പോ ഞാനൊന്ന് എടുത്തിരുന്നെങ്കിൽ എന്റെ ശ്രീകുട്ടി 2 തവണ ഇങ്ങനെ ജീവിതം വേണ്ടെന്ന് വെക്കില്ലായിരുന്നല്ലോ ശ്രീയേട്ടാ. ഞാനാ ശ്രീയേട്ടാ. ഒക്കത്തിനും കാരണം ഞാനാ ശ്രീയേട്ടാ. ഞാനാ എന്റെ ശ്രീകുട്ടിയെ ഞാനാ എന്റെ ശ്രീകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തെ. ഞാനാ. ഒക്കെ ഞാനാ. അപ്പോഴേക്കും ബോധം പോയി മിത്തു ശ്രീയുടെ കണ്ണിലേക്ക് കുഴഞ്ഞു വീണ്ടിരുന്നു. ദേവാ, ദേവ മോളെ. ശ്രീ അവളെ താങ്ങിപ്പിടിച്ച് കട്ടിലിൽ കിടത്തി. മുഖത്ത് 1-2 വട്ടം തട്ടുകയും വെള്ളം തളിക്കുകയും ചെയ്തോടെ അവള് കണ്ണു തുറന്നു. ശ്രീയേട്ടാ. പിന്നെയും ആ കണ്ണു നിറഞ്ഞു. ദേവാ, നീയും കൂടി ചേർന്നെന്നെ തളർത്തല്ലേ പെണ്ണെ. പ്ലീസ്. ആകെ അല്ലെങ്കിലും തളർന്നു നിൽക്കുകയാണ് ഞാൻ. ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ വയ്യടി. അതുകൊണ്ടാ ദേവാ. കട്ടിലിൽ കിടക്കുന്നവളുടെ തോളിലേക്ക് തല അമർത്തി കിടക്കുന്നവന്റെ കണ്ണുനീർ അവളുടെ നെഞ്ചിനെ ചുട്ടുപൊള്ളിച്ചു. എത്ര നേരം ആ കിടപ്പ് കിടന്നൂന്നറിയില്ല. ഇടയ്ക്കെപ്പോഴോ സതിയമ്മയുടെ ഫോൺ വന്നപ്പോഴാണ് രണ്ടുപേരും പരസ്പരം അകന്നു മാറിയത്. അമ്മയും അച്ഛനും കുഞ്ഞാറ്റയും അവിടെ ഇല്ല. വയനാട്ടിൽ പോയിരിക്കുന്നു. അച്ഛന്റെ അനിയന്റെ മകന്റെ മകൾക്കൊരു ആക്സിഡന്റ്. അവിടെ പോയിരിക്കുകയാണ്. കൂടെ സന്തോഷച്ഛനും ദേവേട്ടനും കൂടിയുണ്ട്. സന്തോഷച്ഛനെ ഈ നിലയിൽ വരെ എത്തിച്ച മൂപ്പന്റെ കുടുംബത്തിനെ ഒന്ന് കാണാനും 3 ദിവസത്തിലെ ഒഴിച്ചിലോ പിഴിച്ചിലോ അങ്ങനെ എന്തൊക്കെയോ കൂടെ ചെയ്യാനും വേണ്ടിട്ടാ അച്ഛനും കൂടി അവർക്കൊപ്പം പോയത്. കൂട്ടിനായി ദേവൂട്ടനും. എന്തായാലും 5-6 ദിവസം കഴിഞ്ഞ് എല്ലാവരുടെയും മടക്കമുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്കിടെ വിളിച്ച് വിവരങ്ങൾ തിരക്കും. കുഞ്ഞാറ്റിയെ വിടാതിരിക്കാൻ മിത്തു ശ്രമിച്ചെങ്കിലും ആദ്യം കാറിൽ കയറിയിരുന്നത് അവളായിരുന്നു. അല്ലെങ്കിലും അവളുടെ ലോകം തന്നെ സതിയമ്മയാണ്. നിവി ഇനിയും ഒരാഴ്ച കൂടി ലീവായതുകൊണ്ട് കുഞ്ഞുണ്ണിയെ കൊണ്ടും സതിയമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ബെല്ലടിക്കുന്ന ശബ്ദം പിന്നെയും കേട്ടു. അമ്മ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവളുടെ ഫോണിലേക്കാണ്. ഈ അവസ്ഥയിൽ അവൾ ഫോൺ എടുത്താൽ അത് ശരിയാവില്ല. അവളുടെ ശബ്ദത്തിലുണ്ടാവുന്ന കുഞ്ഞൊരു മാറ്റം പോലും അമ്മ കണ്ടുപിടിക്കും. 1-2 തവണയിൽ കൂടുതൽ അമ്മയൊരു കാര്യം ചോദിച്ചാൽ പറയാതിരിക്കാനും അവൾക്ക് കഴിയില്ല. തൽക്കാലം അമ്മയൊന്നും അറിയണ്ട.
വെറുതെ എന്തിനാ ആ പാവത്തിനും കൂടി ടെൻഷൻ കൊടുക്കുന്നത്? എന്താണെങ്കിലും തിരിച്ചു വരുമ്പോൾ പറയാം. അങ്ങനെ ചിന്തിച്ചാണ് ശ്രീയ ഫോൺ എടുത്തത്. അവളെ തിരക്കിയെങ്കിലും ഉറങ്ങിയെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അവള് ആഹാരം കഴിച്ചോ എന്ന് 1000 തവണ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തോ അമ്മയും അവളും അങ്ങനാണ്. പരസ്പരം മറ്റാർക്കും മനസ്സിലാവാത്ത എന്തോന്ന് അവരുടെ ഇടയിലുണ്ട്. എത്ര അകലങ്ങളിരുന്നാലും ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു മാന്ത്രിക രേഖ. അതുകൊണ്ടാവും അവൾക്ക് വിഷമൊന്നുമില്ലെന്നുള്ള അർത്ഥത്തിൽ പലതും തന്നോടമ്മ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒന്നുമില്ലെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും അമ്മ അത് വിശ്വസിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും അവനിലും ഇല്ലായിരുന്നു. എന്തൊക്കെയോ കളവുകളും തട്ടിക്കൂട്ടും പറഞ്ഞ് അമ്മയുടെ ഫോൺ അവൻ വെച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മുകളിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് ഈ ലോകത്തൊന്നുമല്ലാതെ കിടക്കുന്ന ദേവയാണ്. കണ്ണിന്റെ രണ്ട് സൈഡിലൂടെയും ഉള്ള ചാലുകൾ ഇപ്പോഴും ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് നിൽക്കില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാതെ അവൾക്കരികിലേക്ക് കയറിക്കിടന്നു. ദേവാ, നിന്റെ സങ്കടങ്ങൾ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനും നിന്നെപ്പോലായിരുന്നു. ചിതറിപ്പോയ സ്വന്തം ജീവിതം പേർക്കിക്കൂട്ടുന്നതിനിടയിൽ എന്റെ മോളെയും അവളുടെ പ്രശ്നങ്ങളെയും ഞാനും കണ്ടില്ല. ഒരു പരിധിവരെ എന്റെ അവസ്ഥ കണ്ട് അച്ഛനും അമ്മയും അവളെപ്പറ്റി പലതും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇന്ന് കേട്ട പല കാര്യങ്ങളും എനിക്ക് പുതിയ അറിവായിരുന്നു. സത്യം പറയാലോ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നതല്ല, അതാണ് സത്യം. ഞാൻ സ്നേഹയെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പറയുന്നതിനൊപ്പം തന്നെ അവന്റെ തൊണ്ടയും ഇടറി. അത് കണ്ടതും മിത്തു പിടഞ്ഞെഴുന്നേറ്റു. ഊറി വന്ന കണ്ണുനീർ പതിയെ തുടച്ചു കൊടുത്തു. ഇതൊക്കെയാവും വിധി. അതുകൊണ്ട് ശ്രീയേട്ടൻ സ്വയം ഇങ്ങനെ കുറ്റക്കാരനാവാൻ നോക്കല്ലേ. അതുതന്നെയാണ് എനിക്ക് തന്നോടും പറയാനുള്ളത്. ഇതുവരെ സംഭവിച്ചതിനൊക്കെ നമുക്ക് മറവിലേക്ക് തള്ളിവിടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. നമ്മുടെയൊക്കെ തെറ്റുകൾ കൊണ്ടാണ് ഒരു പരിധിവരെ അവളുടെ ജീവിതം ഇങ്ങനെ ആയത്. നമുക്കത് തിരുത്താൻ ശ്രമിക്കാം. ഇതുവരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പ്രവർത്തികൾ കൊണ്ട് അവൾക്കുണ്ടായ സങ്കടം നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കണം ദേവ. അതിന് ആദ്യം വേണ്ടത് അവളുമായി പഴയ പോലെ ആവുക എന്നുള്ളതാണ്. ശ്രീയേട്ടാ, എനിക്കറിയാം ദേവ, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന്. പക്ഷെ അത് വലിയ പാടുള്ള കാര്യവുമല്ല. ഇപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് പഴയ ശ്രീകുട്ടിയല്ല. അവൾ എന്തായാലും ഇങ്ങോട്ട് വരില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടങ്ങ് ഇടിച്ചു കയറാം, അല്ലേ? ചെറിയൊരു പുഞ്ചിരിയോടെ ശ്രീ അവളെ നോക്കിയതും ശരിയെന്നുള്ള അർത്ഥത്തിൽ അവൾ തലയാട്ടി. ആദ്യമൊക്കെ നല്ല പാടായിരിക്കും കേട്ടോ. അറിയാലോ, അവളുടെ ആ ദേഷ്യത്തിന്റെയും വാശിയുടെയൊക്കെ ആ ഒരു ഇത്. അതിനി എത്ര മുകളിലാണെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ശ്രീയേട്ടാ. എനിക്ക് എന്റെ പഴയ ശ്രീകുട്ടിയെ വേണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഉറച്ച തീരുമാനത്തോടെ അവൾ ശ്രീയെ നോക്കി. നമുക്കെല്ലാം ശരിയാക്കാം ദേവ. ഇത്രയും കാലം നമ്മൾ അറിയാതെയല്ലേ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിരുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പോ സ്നേഹ, മിത്തു പകുതിക്ക് വെച്ച് നിർത്തി. ആദ്യം ശ്രീമോൾ ദേവ, അത് കഴിയുമ്പോൾ ഞാൻ സ്നേഹയെ ഒന്ന് കാണുന്നുണ്ട്. ഒരല്പം വിശദമായിട്ട് തന്നെ. അവന്റെ കണ്ണുകൾ ഏതൊക്കെയോ ഓർമ്മയിൽ കുറുകി. അപ്പോ നിറയെ നിറയെ ഇഷ്ടത്തോടെ നന്ദുവച്ചു കൃഷ്ണ. ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാവേ. അപ്പോ കേൾക്കുന്ന കൂട്ടുകാരും വായിക്കുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തുകൂടെ. കുറേ പേര് വായിക്കണൊക്കെ ഉണ്ട്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. അപ്പൊ എന്റെ പ്രിയ കൂട്ടുകാര് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി പോണേ. നന്ദി.